മോനെ, എൻ്റെ കുഞ്ഞിനെ നല്ലോണം നോക്കിക്കൊള്ളണേ, അവർ നിറകണ്ണുകളോടെ ദേവിനോട് പറഞ്ഞു. ദേവ് അവരുടെ കൈകളിൽ ഒരു വാക്ക് എന്നോണം മുറുകി പിടിച്ചു. പിന്നെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ് അവർ പോകാനൊരുങ്ങിയത്. പോകും മുൻപ് മുത്തിക്ക് ഉമ്മ നൽകാൻ പൊന്നു മറന്നില്ല. മുത്തി രണ്ടുപേർക്കും ഉമ്മ നൽകി അനുഗ്രഹിച്ചു. ഒപ്പം കുടിക്കാൻ സംഭാരവും കൊടുത്തു. കുടിച്ചിട്ട് പോയാൽ മതി, ഇത്രയും ദൂരം ഇനിയും നടക്കേണ്ടതല്ലേ. അവർ പറഞ്ഞതും അനുസരണയോടെ ഇരുവരും ഗ്ലാസ് കാലിയാക്കി. ദേവ് പോക്കറ്റിൽ നിന്നും വാലറ്റ് എടുത്ത് 2000 രൂപ അവരുടെ കൈകളിൽ വെച്ച് കൊടുത്തതും സങ്കടം കൊണ്ടോ സന്തോഷം കൊണ്ടോ മുത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു. പറയാതെ തന്നെ തൻ്റെ മനസ്സ് മനസ്സിലാക്കിയ സന്തോഷത്തിൽ പൊന്നുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു. പുറത്തേക്കിറങ്ങി കുട്ടിപ്പട്ടാളത്തോട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു ദേവും ദക്ഷയും. അപ്പോൾ അവിടേക്ക് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്നു. ദേവ് അയാളെ ഒന്ന് നോക്കി ചിരിച്ചു. അയാൾ ദേവിനെയും. അയാളുടെ കണ്ണുകൾ പൊന്നുവിലേക്ക് പാളി വീഴുന്നത് ഒരു അസ്വസ്ഥതയോടെ ദേവ് നോക്കി നിന്നു. പാറുട്ടി, അയാൾ പൊന്നുവിൻ്റെ പുറകിലേക്ക് നീങ്ങി നിന്ന് വിളിച്ചു. അവളൊന്ന് സംശയിച്ചു പുറകിലേക്ക് നോക്കി. അവൾ സന്തോഷത്തോടെ അയാൾ കരികിലേക്ക് നീങ്ങി. നന്ദുവേട്ടൻ എന്ന് വന്നു? അവൾ ചോദിച്ചു. ഇന്നലെ എത്തി മോളെ. ഓ, മറന്നു, ഇതാണെൻ്റെ ദേവേട്ടൻ. നന്ദു ദേവിന് നേരെ കൈനീട്ടി. ഹായ് ദേവ്ശങ്കർ, നന്ദൻ രാഘവൻ. അവർ പരസ്പരം പരിചയപ്പെട്ടു. നന്ദേട്ടനിപ്പോൾ എഞ്ചിനീയറാ, കോയമ്പത്തൂര്, അവൾ പറഞ്ഞു. അപ്പോഴും അവളെ നോക്കി നിൽക്കുന്ന നന്ദൻ്റെ കണ്ണുകളിലെ തിളക്കം അവനെ ആശയക്കുഴപ്പത്തിലാക്കി. ശരി, എന്നാൽ ഞങ്ങൾ പിന്നെ വരാം. അവർ എല്ലാവരുടെയും അടുത്ത് യാത്ര പറഞ്ഞ് പടികളിറങ്ങി യാത്രയായി. ദേവേട്ട, നന്ദേട്ടനില്ലേ? ആ, നന്ദേട്ടനുണ്ട്. പുള്ളിക്ക് എന്നോട് ഇഷ്ടമായിരുന്നു, പൊന്നു വാ പൊത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തോന്നി. എങ്ങനെ? അവൻ്റെ കണ്ണുകളിൽ നിന്നും മുഖഭാവങ്ങളിൽ നിന്നും മനസ്സിലാക്കി. മിടുക്കൻ, അവളൊരു പ്രത്യേക ശബ്ദത്തിൽ അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. അവൻ കുശുമ്പോടെ മുന്നോട്ട് നടന്നു. അപ്പൊ പൊള്ളുന്നുണ്ട്, അവൾ മനസ്സിലോർത്ത് ചിരിച്ചു. അവൾ അവനെ ചൊടിപ്പിക്കാൻ നന്ദനെ ആദ്യം കണ്ടതും അവനെ പറ്റിയുള്ള കാര്യങ്ങളും എല്ലാം വാതോരാതെ പറഞ്ഞു നടന്നു. നിർത്തുന്നുണ്ടോ പൊന്നു? എന്നെ ദേഷ്യം പിടിപ്പിക്കാനല്ലേ നീ ഇതൊക്കെ പറയുന്നത്? അവൻ കുഞ്ഞുകുട്ടിയെപ്പോലെ പരിഭവം പറഞ്ഞ് മുഖം കോട്ടി നടന്നു. അവൾക്കത് കണ്ട് ചിരി വന്നു. പെട്ടെന്ന് ദേവ് നടത്തം നിർത്തിയതും പൊന്നു അവൻ്റെ പുറത്ത് ചെന്ന് ഇടിച്ചു നിന്നതും ദേവ് പെട്ടെന്ന് തിരിഞ്ഞ് അവൾക്ക് നേരെ നിന്ന് അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. പെട്ടെന്നുണ്ടായ നീക്കമായതിനാൽ പൊന്നു ആദ്യം ഒന്ന് കുതറിയെങ്കിലും പിന്നെ അനുസരണയോടെ അവൾ അവൻ്റെ പുറത്ത് അള്ളിപ്പിടിച്ചു. ആ നീക്കം അവൻ്റെ സിരകളിൽ ചൂട് പിടിപ്പിച്ചു. അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി എന്തിനോ വേണ്ടി അലഞ്ഞു. അവൻ്റെ താടി രോമങ്ങൾ അവളുടെ മേൽ ഇക്കിളി കൂടിയതും അവൻ്റെ മേലുള്ള അവളുടെ പിടിമുറുകി. അവൻ അവളുടെ നെറ്റിയിൽ നിന്ന് കണ്ണുകളിലും പിന്നെ മൂക്കിൻ്റെ തുമ്പിലും അവസാനമായി അവളുടെ ചുണ്ടുകളിലും ചുംബിച്ചു. അത് പെട്ടെന്ന് തന്നെ ഒരു ദീർഘചുംബനത്തിന് വഴിമാറി. പെരുവിരലിൽ ഉയർന്ന് അവൻ്റെ മുടിയിഴകളിൽ അവൾ കോർത്തു വലിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ നുണഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ അവളെ പൊക്കിയെടുത്തു. അപ്പോഴേക്കും മഴക്കോൾ എന്നതുപോലെ ആ കുട്ടിക്കാടിൻ്റെ ഉള്ളിലേക്ക് ഇരുട്ടി കയറി വന്നു. ചെറിയ അരണ്ട വെളിച്ചം മാത്രം. മഴ ചാറിത്തുടങ്ങിയിരുന്നു. പെട്ടെന്നുണ്ടായ മിന്നൽ വെളിച്ചത്തിൽ വലതുഭാഗത്ത് കൂടിക്കിടക്കുന്ന പാറക്കെട്ടുകൾ അവൻ കണ്ടു. ഈ അവസ്ഥയിൽ മുന്നോട്ട് നടന്നാൽ അപകട സാധ്യതയുണ്ടാവുമെന്ന് ഇരുവരും മനസ്സിലാക്കി. അവൻ അവളെ വിളിച്ച് പാറക്കെട്ടുകൾക്കിടയിലേക്ക് നടന്നു. അതിനു മുകളിലായി ഇരുവരും സ്ഥാനമുറപ്പിച്ചു. ഇളം കാറ്റ് അവരെ തഴുകി. പൊന്നു കൈ മാറിൽ പിണച്ചു വെച്ച് തണുപ്പ് ആസ്വദിച്ചു. അപ്പോഴേക്കും മഴ ആർത്തു പെയ്തു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് വലിയ ശബ്ദത്തിൽ വെട്ടിയ ഇടിമുഴക്കത്തെ പേടിച്ച് ദേവിൻ്റെ നെഞ്ചിൽ പൊന്നു മുഖം പൂഴ്ത്തി. അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ച് ആ ചൂടിൽ അവൾ ഒതുങ്ങിയിരുന്നു. പെട്ടെന്ന് ദേവ് അവളുടെ ചുണ്ടിൽ ആർദ്രമായി ചുംബിച്ചു. പിന്നീട് അത് തീവ്ര ചുംബനമായി മാറി. ഇപ്രാവശ്യം അവളും അത് ആഗ്രഹിച്ച പോലെ കുതറാതെ അവൾ അവന് വഴങ്ങി. പതിയെ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ചു. അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ച് ഷർട്ട് വിടർത്തി മാറ്റി. അവൻ്റെ നഗ്നമായ നെഞ്ചിലെ രോമങ്ങളിൽ അവൾ പിടിച്ചു വലിച്ചു. അവൻ്റെ നെഞ്ചിൽ അവൾ പല്ലുകൾ അമർത്തി. അവൻ്റെ വിരലുകൾ അവളുടെ നഗ്നമായ ആലില വയറിൽ ഓടി നടന്നു. അവളുടെ നാഭിച്ചുഴിയിൽ അവനൊന്ന് തൊട്ടു.
അവളൊരു പിടച്ചിലോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. അവൾ ആകെ നനഞ്ഞു കഴിഞ്ഞിരുന്നു. അവളുടെ ദേഹത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അവൻ്റെ സിരകളിൽ ചൂട് പിടിപ്പിച്ചു. പെട്ടെന്ന് മഴ നിന്ന് ചുറ്റും വെളിച്ചം പടർന്നു. അവൾക്ക് മുഖമുയർത്തി നോക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. മുഖം നാണത്താൽ ചുവന്നു തുടുത്തു. പോകാം, അവൻ ചോദിച്ചത് കേട്ട് അവൾ തലയാട്ടി. പിന്നെ മുന്നോട്ടുള്ള യാത്രയിൽ അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല. തോട്ടിൽ അപ്പുവും ദേവവും ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ 4 പേരും വീട്ടിലേക്ക് യാത്രയായി. വീടെത്തുമ്പോഴേക്കും ഡ്രസ്സെല്ലാം ഉണങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും മറുപടി കൊടുക്കേണ്ടി വന്നില്ല എന്ന ആശ്വാസമായിരുന്നു പൊന്നുവിന്. ദേവു തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. അവൾ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെയായിരുന്നു. ഏട്ടൻ എന്തെങ്കിലും ഒപ്പിച്ചു കാണുമെന്ന് അവൾ ഓർത്തു. പിന്നെ ദേവിനൊപ്പമുണ്ടായ നിമിഷങ്ങളും. അവൾ ഒരു ചിരിയോടെ അവൻ തൊട്ട ഭാഗങ്ങളിൽ വെറുതെ തൊട്ടു. അവളുടെ മുഖം നാണത്താൽ ചുവന്നു തക്കാളി പോലെയായി. ചർച്ച കഴിഞ്ഞ് ഊണും കഴിച്ചാണ് അവർ പോയത്. ഇന്നാണ് സീതയുടെയും മഹിയുടെയും മാര്യേജ്. രജിസ്റ്റർ ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ മഹിക്കും സീതയ്ക്കും ആർഭാടം താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടി രജിസ്റ്റർ ചെയ്യാമെന്ന് തീരുമാനമെടുത്തു. ബന്ധുക്കൾക്ക് മറ്റൊരു ദിവസം റിസപ്ഷൻ വെക്കാമെന്നും തീരുമാനമെടുത്തു. രാവിലെ തന്നെ അമ്പലത്തിൽ പോയി അപ്പു, ദേവ്, പൊന്നു, ദേവു, മഹി, സീത, പിന്നെ മഹിയുടെ അച്ഛനും അമ്മയും കൂടി തൊഴുതു പ്രാർത്ഥിച്ചു. ദേവിയെ സാക്ഷിയാക്കി മഹി സീതയുടെ കഴുത്തിൽ ആലിലത്താലി ചാർത്തി. ഒപ്പം സീമന്തരേഖയിൽ സിന്ദൂരവും. സീത കണ്ണുകളടച്ച് പ്രാർത്ഥനകളോടെ അത് സ്വീകരിച്ചു. അവളുടെ അമ്മയെ അവൾ ആ നേരം ഓർത്തു. അമ്മ ഈ നേരം അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചു. അന്നേ ദിവസത്തെ സദ്യ ഒരുക്കുന്ന ഡ്യൂട്ടി ധന്യയും ദക്ഷിണയും സ്വയം ഏറ്റെടുത്തു. അവരെ സഹായിക്കാൻ ഭർത്താക്കന്മാരും. എല്ലാവരും സെറ്റ് സാരിയായിരുന്നു വേഷം. പുരുഷ കേസരികൾ മുണ്ടും ഷർട്ടും. രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് രജിസ്റ്റർ ചെയ്ത് ഒപ്പുവെച്ച് മാലയും ഇട്ടു. സാക്ഷികളായി അപ്പുവും ദേവനും ഒപ്പുവെച്ചു. ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഫോട്ടോസ്, സെൽഫിയൊക്കെ എടുത്താണ് അവർ തിരികെ എത്തിയത്. നിലവിളക്ക് നൽകി മഹിയുടെ അമ്മ സീതയെ സ്വീകരിച്ചു. പൂജാമുറിയുടെ അകത്ത് ചെന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. തിരിഞ്ഞതും മുൻപിലുള്ള ആളെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അത് അവളുടെ അമ്മയായിരുന്നു. അവരുടെ കണ്ണുകളും നിറഞ്ഞു തൂവി. സീത നന്ദിയോടെ മഹിയെ നോക്കി. മഹിയും ദേവും അപ്പുവും സീതയ്ക്ക് നൽകിയ സർപ്രൈസ് ആയിരുന്നു അത്. ഇനി അമ്മ നമ്മുടെ ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തി അമ്മയെ നമ്മൾ പഴയ പടിയാക്കും കേട്ടോ, മഹി പറഞ്ഞു. മതി മതി, ഇനി ബാക്കി ചടങ്ങൊക്കെ കഴിയട്ടെ മക്കളെ, വിശേഷം പറയലൊക്കെ പിന്നെ. ചെക്കനെയും പെണ്ണിനെയും മധുരം നൽകി സ്വീകരിച്ചു. എല്ലാ ചടങ്ങും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവസാനിച്ചു. 3 തരം പായസമടക്കം സദ്യ റെഡിയായിരുന്നു. എല്ലാവരും സംതൃപ്തിയോടെ ഭക്ഷണം കഴിച്ചു. ശങ്കരേട്ടാ, കുറച്ച് മോരൊഴിക്കട്ടെ? ദേവു പ്രത്യേക ഈണത്തിൽ ചോദിച്ചതും അവിടെ ഒരു കൂട്ടച്ചിരിയായി. പാട്ടും ബഹളവും ഒക്കെയായി രാത്രി ഭക്ഷണം കഴിച്ചിട്ടേ അവരെ മഹി പോകാൻ സമ്മതിച്ചുള്ളൂ.